സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഞാനും അത് തന്നെ പറയാമെന്ന് കരുതി. കാര്യം ഇന്ത്യയുടെ കുട്ടി ക്രിക്കറ്റിൻ്റെ വിശ്വകിരീടം, അതിൽ നമ്മുടെ സഞ്ജു സാംസൺ. പിന്നെ ഈ ദിവസങ്ങളുടെ ഒരു വാർത്താ ഫ്ലോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ സൺഡേ താരതമ്യേന വാർത്തകൾ കുറച്ച് സംഭവിച്ച ദിവസമായതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെയും ലോകകപ്പിൻ്റെ നേട്ടത്തിൻ്റെയും വിവരങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താനും പത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്നിപ്പോൾ 6 ദിവസമായെന്ന് തോന്നുന്നു, മാതൃഭൂമിയും മനോരമയും ഒക്കെ തന്നെ എല്ലാ പത്രങ്ങളുടെയും ജാക്കറ്റ് ആടുകളുടെ കാലാണ്. ഇപ്പോൾ ഇന്ന് തുടർച്ചയായിട്ട് 7ാം ദിവസമാണെന്ന് തോന്നുന്നു. ഇന്നും കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യമാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന കേരളത്തിലെ യുവജനങ്ങൾക്കായി പുതിയ അവസരങ്ങൾ ഒരുക്കുന്നതിൻ്റെ മനോരമയിൽ 1 or 2 ജാക്കറ്റ് ആടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റും. ഏതായാലും അകത്തേക്ക് ചെന്നാൽ മാതൃഭൂമി 1ാമത്തെ പേജിൽ അവരുടെ ബാനർ ഹെഡിന് മീതേക്ക് വർണ്ണക്കടലാസുകൾ ചിതറുന്ന വാർത്താ ചിത്രത്തിൻ്റെ ആഘോഷത്തിൻ്റെ, ഇന്ത്യൻ ടീമിൻ്റെ ആഘോഷത്തിൻ്റെ ചിത്രം ഇങ്ങനെ ബ്ലേഡ് ചെയ്ത് കിടക്കുകയാണ്. അവിടെ ആർപ്പോ ഹീറോ എന്ന് ആവശ്യപ്പെടുന്നു. ഇന്ത്യ സഞ്ജു. അതിലപ്പുറം എന്ത് വിശേഷണം പറയണമെന്ന് ഒരുപക്ഷെ മനോരമയ്ക്ക് ഒരു കൺഫ്യൂഷനുള്ള പോലെ തോന്നുന്നു. ഇന്ത്യ സഞ്ജു 2 തുല്യ വലിപ്പത്തിലെ വാക്കുകളായി അതിനെ രണ്ടിനെയും ചേർത്ത് വെച്ചിരിക്കുന്നു. ഒപ്പം ഒരു ആർപ്പ് കൂടി അങ്ങിട്ടിരിക്കുന്നു. അങ്ങനെ ഹെഡ്ലൈൻ തീർത്തിരിക്കുകയാണ്. 2020 ലോകകപ്പിൽ കിരീടം ഇന്ത്യക്ക്, ന്യൂസിലൻഡിനെതിരെ 96 റൺസിൻ്റെ ജയം, 33ാം കിരീടം നേടുന്ന ഏക ടീം എന്ന് തുടങ്ങിയ വിവരങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. സ്വപ്നം പോലെ സഞ്ജുവിൻ്റെ ഈ ലോകകപ്പിലെ നേട്ടങ്ങൾ, റൺ സ്കോറുകൾ 89, 97 എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളും കൊടുത്തിരിക്കുന്നു. വാക്കുകളൊക്കെ ആവേശകരമാണ് വാർത്തയുടെ. അഹമ്മദാബാദിലെ ആൾക്കടലിന് നടുവിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ തേര് തെളിച്ചു. 1.25 ലക്ഷത്തിലേറെ കാണികളുടെ ആരവങ്ങളുടെ അകമ്പടിയിൽ ആ സ്വപ്നയാത്ര ലക്ഷ്യം തൊട്ടപ്പോൾ ഇന്ത്യ ഒരിക്കൽ കൂടി ലോക ക്രിക്കറ്റിൻ്റെ നെറുകയിൽ എന്ന് തുടങ്ങി. ആവേശം അവിടെ തീരുന്നില്ല. ഇന്നത്തെ സ്പോർട്സ് പേജ് ഉള്ളിലേക്ക് മാറ്റിയിരിക്കുന്നു. അതായത് ഉൾപേജിലേക്ക്, കാഴ്ചപ്പാട് പേജിലേക്ക്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ പേജിലേക്ക് സ്പോർട്സ് പേജ് നീക്കി മാതൃഭൂമി. എടാ മോനെ ചേട്ടൻ പൊളി, എല്ലാം ന്യൂജൻ ഹെഡ്ലൈൻസാണ് കേട്ടോ. സഞ്ജയം എന്ന ഒരു മാതൃഭൂമിയുടെ ഒരു ഫ്ലേവറുള്ള ഒരു ഹെഡ്ലൈൻ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് എഡിറ്റോറിയൽ ചേതോഹരം ഈ വിശ്വവിജയം എന്ന് പറയുന്നു. 2 വർഷം മുമ്പ് ബാർബഡോസിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയതീരം തൊടുമ്പോൾ ഡഗ്ഔട്ടിൽ കാഴ്ചക്കാരൻ്റെ വേഷത്തിലായിരുന്നു സഞ്ജു സാംസൺ. ഇക്കുറി അഹമ്മദാബാദ് ഇന്ത്യൻ വിജയയാത്രയുടെ തേരാളിയായി സഞ്ജു മുന്നിലുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഗൗതം ഗംഭീറിൻ്റെ അന്ന് കളിക്കാരൻ ഇന്ന് പരിശീലകൻ എന്ന് തുടങ്ങി ക്രിക്കറ്റ് വാർത്തകൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് മലയാള പത്രങ്ങൾ. മാതൃഭൂമി മനോരമയിലേക്ക് വന്നാൽ ഈ പറഞ്ഞ പോലെ ജാക്കറ്റ് ആടുകളൊക്കെ വകഞ്ഞ് ഉള്ളിലേക്ക് ചെന്നാൽ പ്രധാന പേജിൽ സഞ്ജു ബാറ്റുമായി നിൽക്കുന്ന വലിയ ചിത്രം, സഞ്ജുവിൻ ഇന്ത്യ എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. വാർത്ത നമുക്കറിയാം, എങ്ങനെ വാർത്തയെ പത്രങ്ങൾ വിന്യസിക്കുന്നു എന്നതാണ് ഇന്നത്തെ കൗതുകം. നമ്മളെല്ലാവരും ഇന്നലെ കളി കണ്ടവരാണ്. പത്രം അതിനെ എങ്ങനെ പത്രത്താളുകളിലേക്ക് വിരിച്ചിടുന്നു, ആ സൗന്ദര്യത്തെ ഒപ്പിയെടുത്തിരിക്കുന്നു എന്നതാണ് നോക്കി പോകുന്നത്. ഒപ്പം സഞ്ജുവിൻ്റെ ജീവിത സഖിയും ചാരുലതയ്ക്കൊപ്പം പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ട്രോഫിയുമായി നിൽക്കുന്ന മറ്റൊരു ചിത്രവും 1ാം പേജിൽ തന്നെയുണ്ട്. ബാക്കിയൊക്കെ കളിയുടെ വിശദാംശങ്ങളാണ്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ. തുടർച്ചയായ 3ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി, പ്ലെയർ ഓഫ് ദ ഇയറും ഓഫ് ദ ടൂർണമെൻറ്റും സഞ്ജു സാംസൺ തന്നെയാണ്. ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദ മാർച്ച്. തകർച്ചയിൽ വഴികാട്ടിയത് സച്ചിൻ എന്ന് സഞ്ജു പറയുന്നു. ഇന്നലെ അവാർഡ് സെറിമണിയിൽ സഞ്ജു പറഞ്ഞ വാക്കുകളാണ്. പുറത്തിരിക്കേണ്ടി വന്നപ്പോൾ സച്ചിൻ സാറിനെ വിളിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കോൺസ്റ്റൻറ്റ് ടച്ച് ഉണ്ടായിരുന്നു സച്ചിനുമായിട്ടെന്നൊക്കെ സഞ്ജു പറഞ്ഞ കാര്യം മനോരമയുടെ മുൻ പേജിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. മനോരമയുടെ ഉൾപേജിലേക്ക് പോവുകയാണെങ്കിൽ ത്രിവർണ്ണ ഗാഥ എന്നാണ്. സാംസൺ ഗാലക്സി എന്ന മറ്റൊരു വാർത്തയുണ്ട്. 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് 3ാം കിരീടം. ബാക്കിയൊക്കെ അത് തന്നെ. ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദ മാച്ച്, സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. ഇന്ത്യൻ ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം. സാംസൺ ഗാലക്സി അവഗണനയുടെ അടിത്തട്ടിൽ നിന്ന് അംഗീകാരത്തിൻ്റെ ആകാശത്തിലേക്കുള്ള യാത്രയായിരുന്നു സഞ്ജു സാംസണ് ഈ ലോകകപ്പ് എന്ന് മനോരമ പറയുന്നു. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് ബ്രീഫായി പിന്നീട് വരാം. ദേശാഭിമാനി എടുത്താൽ മനോഹരമായ 1ാം പേജ്.
സഞ്ജു ഇന്ത്യ സാംസൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂസിലൻഡിനെ തോൽപ്പിച്ചു. കളിയുടെ വിശദാംശങ്ങളും വാർത്തകളുമൊക്കെ എല്ലായിടത്തും ഒന്ന് തന്നെ. നോക്കൂ, അതിമനോഹരമായ പേജ് ഇതിലും കാണാമല്ലോ. ലോകകപ്പ് താരമായി സഞ്ജു, ഒറ്റത്തോൽവി, പിന്നെ ചരിത്രം. ഒപ്പം ഉള്ളിലേക്ക് പോയാൽ മൂന്നാം മുത്തം എന്നുള്ളത്, ആ ഹെഡ്ലൈനും എനിക്ക് മനോഹരമായി തോന്നി കേട്ടോ. മൂന്നാം മുത്തം, മൂന്നാമത്തെ ലോകകപ്പാണല്ലോ ഇത്. മായാജാല കഥ എന്നുണ്ട്. ലോകകപ്പിൽ സഞ്ജു സാംസന്റെ അത്ഭുതകരമായ തിരിച്ചുവരവ്. ലോകകപ്പിൻ്റെ താരമായി മാറി. ന്യൂസിലൻഡ് പരമ്പരയിലെ മോശം പ്രകടനത്തിന് ശേഷമാണിത്. പിന്നെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ആ ടീം മുഴുവൻ ആഘോഷത്തിന് ശേഷം ഉല്ലസിച്ച് നിൽക്കുന്ന ചിത്രം. മൂന്നാം മുത്തം എന്ന ഹെഡ്ലൈനും മനോഹരമായിരിക്കുന്നു. ഇനി മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ സഞ്ജുവിൻ്റെ വാർത്തകൾ മാത്രം എടുത്തു പോവുകയാണെ. സഞ്ജുസ്ഥാൻ ഹമാര എന്നാണ്. മറ്റെല്ലാ പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹെഡ്ലൈൻ മാധ്യമം കൊടുത്തിരിക്കുന്നു. മാധ്യമത്തിൻ്റെ സ്പോർട്സ് ഹെഡ്ലൈനുകൾ എപ്പോഴും മനോഹരമാകാറുണ്ട്. ഒന്നാമത്തെ പേജിൽ തന്നെയാണ് ഇതേപോലെ ബാനർ ഹെഡിലേക്ക് ലീഡ് ചെയ്ത് കിടക്കുന്ന ചിത്രവുമൊക്കെ ചേർത്തിട്ട് സഞ്ജുസ്ഥാൻ ഹമാര എന്ന രസകരമായ ഹെഡ്ലൈൻ. ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ സ്പോർട്സ് പേജിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നാണ്. സഞ്ജു സാംസന്റെ മുഴുവൻ പേരെഴുതുമ്പോൾ ആ വിശ്വനാഥ് എന്ന വാക്കിന് മഞ്ഞ നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അത് ഇന്നലത്തെ നേട്ടം ഒരു പ്രത്യേക അർത്ഥം കൊടുക്കുന്നതും നമുക്കറിയാം. വിശ്വനാഥരായ ടീമിലെ ഏറ്റവും പ്രധാന കളിക്കാരൻ വിശ്വനാഥ് എന്ന് വരുമ്പോൾ 2020 ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. 46 പന്തിൽ 89 എന്നുള്ള സഞ്ജുവിൻ്റെ ആ നേട്ടത്തിൻ്റെ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെയുണ്ട്. കേരള കൗമുദി ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: ബൂം ബൂം സഞ്ജു. ചരിത്രം കുറിച്ച് ഇന്ത്യ തുടർച്ചയായി ലോകകപ്പ് ജേതാക്കളായത് 2020. സഞ്ജു ലോകകപ്പിലെ താരം, ബുംറ ഫൈനലിലെ താരം, കിരീട വിജയം വന്ന വഴി എന്ന് തുടങ്ങി കേരള കൗമുദിയുടെ വാർത്ത അങ്ങനെ പോകുന്നു. സുപ്രഭാതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒറ്റ വാക്കാണ് ഹെഡ്ലൈൻ: നീലാകാശം. T20 ലോകകപ്പ് കിരീടം നിലനിർത്തി ഇന്ത്യ, കലാശപ്പോരിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത് എന്ന് തുടങ്ങി നീലാകാശം എന്നാണ് അവരുടെ ഹെഡ്ലൈൻ. വീക്ഷണത്തിലേക്ക് വന്നാൽ ഐതിഹാസികം എന്ന ഒറ്റ വാക്കിൽ വീക്ഷണം ഹെഡ്ലൈൻ ചുരുക്കുന്നു. ചരിത്ര വിജയം, കിവീസിൻ്റെ ചിറകരിഞ്ഞ് ഇന്ത്യ എന്നൊക്കെ അതിനൊപ്പം വീക്ഷണം ചേർത്ത് വെക്കുന്നുണ്ട്. ചന്ദ്രികയുടെ പേജ് ലേഔട്ട് മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ വരും. ലോകം ഇന്ത്യ, 2 വാക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൽ സഞ്ജുവിൻ്റെ ഒരു ഷോട്ടിൻ്റെ ചിത്രവുമുണ്ട്. മിന്നിത്തിളങ്ങി സഞ്ജു, T20യിൽ ഇന്ത്യക്ക് ലോകകപ്പ് കിരീടം. ഇനി ജന്മഭൂമിയിലേക്ക് പെട്ടെന്ന് ചെല്ലുകയാണെങ്കിൽ, ജന്മഭൂമിക്ക് ഇന്ത്യയില്ലെന്ന് നമുക്കറിയാലോ, അവർക്ക് ഭാരതമേ ഉള്ളൂ. സഞ്ജു തകർത്തു, ഭാരതത്തിന് ലോക കിരീടം എന്നാണ് ഇവർ. ജന്മഭൂമി ഇന്ത്യ എന്ന് എഴുതാറില്ല, ഭാരതം എന്നേ എഴുതാറുള്ളൂ എന്ന് നമുക്കറിയാം. ഇനി മറ്റു വാർത്തകളിലേക്ക് വളരെ വേഗം ഒന്ന് പോവുകയാണെങ്കിൽ, മാതൃഭൂമിയുടെ 1-ാം പേജിൽ സഞ്ജു വാർത്തകൾ തൽക്കാലം കഴിയുകയാണ് കേട്ടോ. തുടങ്ങി ജലയുദ്ധം എന്നാണ് പറയുന്നത്. 2-ാം ആഴ്ചയും സംഘർഷഭരിതമായി തുടരുന്ന പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ US സഖ്യവും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് കടന്നു. ഇറാൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും ജീവനാഡിയായ സമുദ്രജല ശുദ്ധീകരണശാലകൾക്ക് നേരെയാണ് ആക്രമണം. എല്ലാ യുദ്ധവും അതിൻ്റെ അണ്ടർ ദ ബെൽറ്റ് അടി നടക്കുന്നത് ഇങ്ങനെയാണ്. ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ, അതുപോലെ ജലശുദ്ധീകരണശാലകൾക്ക് നേരെയൊക്കെ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. കടൽവെള്ളം ശുദ്ധിയാക്കിയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധം മാറുന്നതാണ് അവിടുത്തെ പുതിയ വാർത്ത. ഇടതിന് നഷ്ടം 26 സീറ്റ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ സർവേ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ആദ്യ 35 സീറ്റുകളെക്കുറിച്ചായിരുന്നു, ഇന്ന് അടുത്ത 35 സീറ്റുകൾ. മൊത്തത്തിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അഭിപ്രായ സർവേയിൽ ഇതുവരെ പുറത്തു വന്ന ഫലം കണക്കിലെടുക്കുമ്പോൾ LDFന് നിലവിൽ 26 സീറ്റ് നഷ്ടം വരും, UDFന് 17 സീറ്റ് നേട്ടം. ആകെ 48 മുതൽ 56 സീറ്റ് വരെയാണ് 70 സീറ്റുകൾ കണക്കാക്കിയപ്പോൾ UDFന് കിട്ടിയത്. 48 മുതൽ 57 സീറ്റ് വരെ NDAക്കാണ് എന്ന് പറയുന്നു. മറ്റ് രാഷ്ട്രീയ വാർത്തകളിലേക്ക് ഒക്കെ പോകാൻ ഇന്ന് സമയക്കുറവുണ്ട്. ദേശാഭിമാനിയൊക്കെ നിറച്ച് ആരോപണങ്ങളുടെ അക്കാലം എന്നും മറ്റും തുടങ്ങി. CPIയുടെ പട്ടിക വന്ന ദിവസമാണ്. 4 മന്ത്രിമാരും മത്സരത്തിന് ഇറങ്ങുന്നു എന്ന വാർത്തയുണ്ട്. അഴിമതിയിൽ ആറാടിയ കാലത്തെക്കുറിച്ച് ദേശാഭിമാനി പറയുന്നുണ്ട്. കേരള കൗമുദിയിൽ 1-ലധികം ദിവസം പടിപൂജ പറ്റില്ല എന്ന് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് തന്ത്രി കൊടുക്കുന്ന ഉത്തരവുമുണ്ട്. അതിലേക്ക് പോകാൻ തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. കാരണം ഇന്ന് സഞ്ജുമയമായിരുന്നു പത്രങ്ങൾ. ലോകകപ്പിൻ്റെ ആവേശമായിരുന്നു പത്രത്താളുകൾ നിറയെ. സേതു.